നമ്മളെ ഇന്നത്തെ വർക്ക് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടിൽ ഒരു ഫോൾഡിങ്ങിൻ്റെ ഡോറാണ്. കാരണം എല്ലാ വീട്ടിലും ആവശ്യമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത്. ഈ ഒരു ഫോൾഡിങ് ഡോറ് നമുക്ക് നമ്മളെ എത്രയാണോ നമ്മളെ സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് വരുന്നത്, ആ സ്പേസ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വീട്ടിൽ വല്ല ഫങ്ഷനോ കാര്യങ്ങളോ നടക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ മുഴുവനായിട്ട് നമുക്ക് തുറന്ന് വെക്കാം. ചില ഭാഗങ്ങളിൽ ഓരോരോ തടസ്സങ്ങൾ ഉണ്ടാവും, അപ്പോൾ അത്രേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട ഭാഗത്ത് മുഴുവനായിട്ട് നമുക്ക് ചുമരിന്മേക്ക് തന്നെ അത് തുറന്നിട്ട് വെക്കാം. അപ്പോൾ ഈ വീട്ടിൽ നമുക്കൊരു അവിടെ ഒരു ഭാഗത്ത് ഫില്ലറുണ്ട്, അപ്പോൾ കറക്റ്റ് ആ ഫില്ലറുമ്പോൾ പോയി പതിഞ്ഞ് നിൽക്കും. ഈ ഭാഗത്ത് ഒരു ചെടിയുണ്ട്, അപ്പോൾ ആ ചെടീനെ കവർ ചെയ്തുകൊണ്ട് നിൽക്കും. ആ ചെടി ഇല്ലെങ്കിൽ ആ ചുമരിനോട് പതിഞ്ഞിട്ട് നിൽക്കും. പക്ഷേ കുഴപ്പമില്ല, ആ ചെടിക്ക് കവർ ചെയ്തുകൊണ്ട് നിന്നാൽ മതി. കാരണം നമുക്ക് ആ ഫ്രണ്ടിലെ സ്റ്റെപ്പ് മാത്രത്തിനുള്ളൊരു സ്ഥലം അവിടെ കിട്ടിയാൽ മതി. കാരണം സ്റ്റെപ്പ് ഇറങ്ങി പോകാനും സ്റ്റെപ്പ് മുഴുവനായിട്ട് നമുക്ക് ഉപയോഗത്തിൽ പെടണം എന്നായിരുന്നു ആ കസ്റ്റമറെ മെയിനായിട്ട് ആവശ്യം. കാരണം കസ്റ്റമറുടെ ആവശ്യം നമുക്ക് ആ ഡോറ് മുഴുവനായിട്ട് തുറന്ന് വെക്കാൻ പറ്റണം. വീട്ടിൽ വല്ല ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു ഗ്രില്ലുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനും പറ്റരുത്. അവിടെ ഒരു ഗ്രിൽസിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യരുത് എന്ന് കസ്റ്റമർ ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതേപോലെ നമ്മൾ ഫോൾഡിങ്ങിൻ്റെ ടൈപ്പായിട്ട് ചെയ്തിരുന്നത്. കാരണം ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടാണ് ഈ കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ 99% നമ്മളെ ഫിനിഷിങ്ങിനെ നമ്മൾ പറയുള്ളൂ. കാരണം നമ്മൾ 100% നമ്മൾ പറയില്ല. കാരണം ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. പക്ഷെ നമ്മളെ കണ്ണിൽ 99% ഫിനിഷിങ്ങിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ്. ഇതേപോലെ നമുക്ക് ഇതിൽ ഒരു ഫ്രണ്ട് ഡോറ് മാത്രമേ ഉള്ളത്. ഇതിൻ്റെ സംസാരത്തിൽ ഞാൻ പറയാൻ വിട്ടതാണ്. കാരണം നമുക്ക് ആ വീഡിയോ കണ്ടാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് സെൻട്രൽ ഡോറ് മാത്രമല്ല, നമുക്ക് ഏത് ഡോറാണോ വേണ്ടത് ആ ഒരു ഡോറിൻ്റെ ഭാഗം മുഴുവനായിട്ട് നമുക്ക് തുറന്ന് വെക്കാം. നമുക്ക് ഉപയോഗിക്കേണ്ട സമയത്തിനനുസരിച്ചിട്ട് മുഴുവനായിട്ടാണെങ്കിലും മുഴുവനായിട്ടും, അതല്ലാണ്ട് ഒരു ഡോറാണെങ്കിൽ ഒരു ഡോറും, ഒരു ഭാഗത്തേത്തെ ഇതുപോലെ രണ്ട് സൈഡിലത്തേതാണെങ്കിൽ രണ്ട് സൈഡിലത്തതും, ലെഫ്റ്റ് സൈഡിലത്താണെങ്കിൽ ലെഫ്റ്റും അല്ലെങ്കിൽ റൈറ്റ് സൈഡിലത്താണെങ്കിൽ റൈറ്റ്, എല്ലാം നമുക്ക് നമ്മൾ ഇഷ്ടാനുസരണം തുറന്ന് വെക്കാം. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ഒരു ഡോറ് മാത്രമേ ഉള്ളൂ തുറക്കുക. പിന്നെ അവസാനം നമുക്ക് പെയിൻറ്റിങ്ങിനൊരു ടച്ച് വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്.